ഹലോ വെൽക്കം ടു യെല്ലോ ബണി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് DIY ആയിട്ടുള്ളൊരു ഡെസ്ക് മേക്ക് ആയിട്ടാണ്. എന്നുവെച്ചാൽ എല്ലതും DIY ഒന്നല്ല, എന്നാലും നമ്മുടെ അടുത്ത് എന്താ പറയുക, ഇല്ലാത്ത സാധനങ്ങളായിട്ട് നമുക്ക് കുറച്ചൊക്കെ ഒരു എസ്തറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫസ്റ്റുള്ള ഡെസ്കിൻ്റെ ഒരു രൂപമാണ്. ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എങ്ങനെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഡെസ്ക് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിൽ DIY ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലതും ഒന്നും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. ഏറെക്കുറെ ഒന്നും ഞാൻ ഇതിൽ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് എല്ലാതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഡെസ്കിന് തുടങ്ങാം. ഈ ഡെസ്ക് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ബ്രൗൺ ഡെസ്ക്കാണ്. അതിൻ്റെ മേലേക്ക് ഞാനൊരു വൈറ്റ് ഷീറ്റ് വാങ്ങിയിട്ടിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഡെസ്കിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പോസ്റ്റേഴ്സും ഒക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ്. അത് കുറേ കാലമായിട്ട് ഞാൻ ഒട്ടിച്ചിട്ടുള്ളതാണ്. ഏറെക്കുറെ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഈ ഷീറ്റും വാങ്ങിയിട്ടിട്ട് കുറച്ചധികം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലെ നിറച്ച് എന്താ പറയുക പെയിൻ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെയാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അതൊക്കെ ഞാൻ നല്ല വെള്ളം ഒക്കെ ആയിട്ട് ഉരച്ച് കുറച്ചൊക്കെ കറകളൊക്കെ മാതിരി ഉള്ളതൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഫോം ഷീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് വെച്ചത്. അതിപ്പോൾ നമ്മൾ ചെയ്യണേ കാണിക്കൊന്നും വേണ്ടല്ലോ. അതും ഞാൻ കുറേ ദിവസം മുന്നേ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് കാണിക്കാൻ വീഡിയോ ഇല്ല. അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ വെച്ചാൽ ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്യുക, ഒട്ടിക്കുക, വേറൊന്നും അതുകൊണ്ട് ചെയ്യാനില്ല. അതങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാൻ വേണ്ടി എടുത്താൽ മതി. ഞാൻ ഇപ്പോൾ കുഞ്ഞേതായിട്ടാണ് ചെയ്തത്. പിന്നെ എടുത്തിട്ടുള്ളത് സാധാരണ ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബോക്സാണ്. അത് വൈറ്റ് പേപ്പർ വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഇട്ട് വെച്ചിട്ടുള്ള ടുലിപ്സ് വാങ്ങിയതൊന്നല്ല, നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടവർക്ക് അറിയായിരിക്കും. അത് ഞാനൊരു 5 ഉണ്ടാക്കിയെടുത്തതാണ്. അത് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൻ്റെ തണ്ട് ഈർക്കിലയിലാണ്. അപ്പോൾ അത് നമുക്ക് സാധാരണ ഇതിൽ ഇട്ട് വയ്ക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോകും. അതുകൊണ്ടാണ് കല്ലിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം ആ ഫോം ബോർഡിൻ്റെ അടിയിൽ വെച്ചെടുത്തിട്ടുള്ളതൊക്കെ കുറച്ച് ഹൈലൈറ്റേഴ്സും ക്രയോൺസൊക്കെയാണ്. പിന്നെ ഈ സൈഡിൽ വെച്ചിട്ടുള്ളത് വൈറ്റ് ബോർഡ് മാർക്കേഴ്സിൻ്റെ ഇങ്കും, ഇപ്പുറത്ത് കുറച്ച് എൻ്റെ കയ്യിലുള്ള ഗ്ലൂസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കേഴ്സും സ്കെച്ചൊക്കെ ഇതേമാതിരി ഡാർക്ക് ഫാൻറ്റസി ഒക്കെ പോലെയുള്ള സോപ്പിൻ്റെ പെട്ടി അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ പെട്ടി മതി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതും വൈറ്റായിട്ട് കവർ ചെയ്തിട്ട്. പിന്നെ ആ കുഞ്ഞ് ടുലിപ്സ് മാതിരി വട്ടത്തിലെ പാത്രത്തിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ആ കത്രികയും കളർ പെൻസും പിന്നെ ബ്രഷ് പെൻസും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് വാച്ചിൻ്റെ പെട്ടിയും അതേമാതിരി ഓരോ സോപ്പിൻ്റെ പെട്ടിയൊക്കെയാണ്. അതൊക്കെ വൈറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ ദിവസം മുന്നേ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ലാമ്പാണത്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഗ്ലാസും പഞ്ചറൊക്കെ വെച്ചു. പിന്നെയാണ് മനസ്സിലായത് കലണ്ടർ വയ്ക്കാൻ മറന്നു. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് കലണ്ടർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ ഡെസ്ക് മേക്ക്. ഇപ്പോൾ DIY പറഞ്ഞപ്പോൾ എവിടെ DIY എന്ന് ചോദിക്കരുത്. ഈ കാണുന്ന ലാമ്പും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള വിഷ്കേനട്ടൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ്, ഒന്നും ഇപ്പോൾ വാങ്ങിയതല്ല. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.